ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും നിങ്ങളുടെ കമൻസിനും എല്ലാം ഒരുപാട് നന്ദി. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ റെസ്പോൺസിബിളാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാനും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനും എന്നെക്കൊണ്ട് സാധിക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാനും എനിക്ക് അങ്ങനെ ഐ തിങ്ക് ഐ എം ഡിസ്റ്റൈൻഡ് ഫോർ ദിസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എനിക്കൊരു ഉറപ്പ് തരാനുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് ഒരു ടൈം നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും ലഭിക്കാതെയോ ആകുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ നമ്മളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മളുടെ ലൈഫിലെ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മളൊരു പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ അതെല്ലാം തന്നെ തുടങ്ങണം. നിങ്ങളിൽ നിന്ന് എനിക്കൊന്നും വേണ്ട. ഐ ഡോണ്ട് നീഡ് എ സിംഗിൾ പൈസ ഫ്രം യു പീപ്പിൾ. ബട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം, എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ എനിക്ക് നിങ്ങളുടെ കമൻസിൽ നിന്നും ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾക്കൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഇവിടെ വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ഫുൾ കമ്മ്യൂണിറ്റിക്കും. നമ്മളെല്ലാവരും വളരെ ഒരു വിഷമഘട്ടത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സെൽഫ് എസ്റ്റീം ഭയങ്കര ലോ ആയിട്ടും സെൽഫ് കോൺഫിഡൻസ് കുറവായിട്ടും ലൈഫിനെ ഭയങ്കര ഭയപ്പാടോടുകൂടിയും പേടിയോടെയും എന്താകുമെന്ന് ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ആദ്യം ക്ലിയർ ആവണം. നമ്മളൊരു ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, അതേപോലെ നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ നമ്മൾക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യുക. നിങ്ങളുടെ ടോട്ടൽ മൈൻഡ്, നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടാനും അതുപോലെ മനസ്സ് കുറച്ചും കൂടെ ഈ വരുന്ന എല്ലാ ബ്ലെസ്സിങ്സിനെയും അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ അതിനനുസരിച്ച് ശക്തിപ്പെടുത്തണം. ഒരു അല തല്ലുന്ന കടൽ പോലെയാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ. അതിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഓവർ തിങ്കിങ് എന്നിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കുറേ പേരുടെ കമൻസ് ഞാൻ കാണുന്നുണ്ട്. അതിലെനിക്ക് ആദ്യമായിട്ട് പലരും പറയുന്നുണ്ട്, ഞാൻ വലിച്ചു നീട്ടി പറയുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളുടെ കമൻസിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് മരണം മാത്രമേ മുന്നിലുള്ളൂ. അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. മരിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. നിങ്ങൾ മരിക്കാൻ വേണ്ട ഒരു ധൈര്യത്തിൻ്റെ ഒരു അംശം പോലും വേണ്ട നിങ്ങൾക്ക് ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കടമുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരാളും നിങ്ങളെ കൊല്ലാനൊന്നും വരത്തില്ല. ഒരാളും നിങ്ങളുടെ ജീവൻ അപായമൊന്നും വരില്ല. നിങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, സ്ത്രീകളാണ് അങ്ങനെയുള്ള കമൻസ് കൂടുതലും ഞാൻ കണ്ടത്. നിങ്ങളുടെ വിഷമം കൊണ്ടാണ് എഴുതുന്നത്. എന്നാലും ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ലീഗൽ ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തെങ്കിൽ പോലും ഒരു സ്ത്രീകളെയും അറസ്റ്റ് ചെയ്യാനുള്ള നിയമ സംവിധാനം ഇവിടെ ഇല്ല, കടം മേടിച്ചതിൻ്റെ പേരിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട. ഇനി പുരുഷന്മാരാണെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം, നിങ്ങളിപ്പോൾ കടം മേടിച്ചു, നിങ്ങളിപ്പോൾ ഈവൻ അറസ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്കൊരു മാക്സിമം 15 to 20 days സിവിൽ പ്രിസണിൽ മാത്രമേ നിങ്ങളെ ഇടുകയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ അത് വേഴ്സ്റ്റ് സിനാരിയാണ്, ഏറ്റവും എക്സ്ട്രീം കേസാണ്. എന്ന് വെച്ച് നിങ്ങളുടെ ലൈഫിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് അത്രയും എക്സ്ട്രീം ലെവലിൽ പോലും മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതിലും എത്രയോ വലുതാണ് മരണം എന്നൊക്കെ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ലൈഫ്, നിങ്ങൾക്ക് വേറെ ഒരു പ്രോബ്ലം ഇല്ല, ദൈവം ഇത്രയും നല്ലൊരു ലൈഫ് തന്നു. നിങ്ങൾക്ക് ദൈവം ഒരു ടാസ്ക് തരുമ്പോഴത്തേക്കും ഉടനെ നേരെ പോയിട്ട് മരിക്കുകയാണോ വേണ്ടത്? ഇല്ല. ദൈവത്തെ കാണിച്ചു കൊടുക്കണ്ടേ? ഇല്ല. എനിക്ക് നീ തരുന്ന എല്ലാ ബ്ലെസ്സിങ്സും മേടിക്കാനുള്ള എല്ലാ ധൈര്യവും ശക്തിയും അതിനുള്ള കരുത്തും എനിക്കുണ്ട് എന്ന് നിങ്ങൾ യൂണിവേഴ്സിനെ, ദൈവത്തിന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അല്ലാതെ ഓടിച്ചു പോയി മരിക്കാനാണെങ്കിൽ, ഞാനൊക്കെ എത്ര 100 തവണ മരിക്കേണ്ട ആളാണ്. ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരുടെ ലൈഫിലും അവർ അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകും. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇന്ന് ഈ നിമിഷം വരെ ജീവിച്ചിരിക്കുന്നില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. മരിച്ച ആൾക്കാർ വിസ്മരിക്കപ്പെട്ടവരാണ്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പാരൻസ്, അവരുടെയൊക്കെ അവസ്ഥ എന്താകും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്ത പോലും വരരുത് മനസ്സിൽ.
അങ്ങനെയൊന്നും. നമ്മളുടെ കമ്മ്യൂണിറ്റി ഭയങ്കര പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും ലൈഫിൽ മുന്നേറാൻ പോകുന്ന ആൾക്കാരാണ്. നാളെ നമുക്ക് ഈ ലോകത്തോട് വിളിച്ച് പറയണം, യാ വി ഡിഡ് ഇറ്റ്, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളിത് നേടി, നമുക്ക് വിളിച്ച് പറയാനുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംസാരം വേണ്ട. അതുകൊണ്ട് എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നി, എങ്ങനെ ഓവർ തിങ്കിങ് ഒഴിവാക്കാമെന്ന്. ഞാൻ പറയുന്നത് എല്ലാം ഞാനിത് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരു ക്ലാസ്സിലിരിക്കുന്നത് പോലെ ഇരുന്ന് നിങ്ങൾ നോട്ട് ചെയ്ത്, ഇതൊരു ബുക്കിൽ എഴുതി നോട്ട് ചെയ്ത് നിങ്ങൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും. ഒരുപാട് നിങ്ങൾക്ക് ഒരു 10 years അഹെഡ് ആക്കും നിങ്ങളെ ലൈഫിൽ ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പം എങ്ങനെ ഓവർ തിങ്ക്, കാരണം ഓവർ തിങ്കിങ് ആണ് നമ്മുടെ ലൈഫിൽ പലതിനെയും നമ്മളെ പിടിച്ച് വലിക്കുന്നത്. അത് നമ്മളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ വി ഷുഡ് ലീവ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോഴുള്ള ഇന്നെന്താണ് എന്നതിനെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുക. പാസ്റ്റിനെ പറ്റിയോ ഫ്യൂച്ചറിനെ പറ്റിയോ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും നഷ്ടമില്ല, നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഇന്നിപ്പോഴെന്താണ് എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ മാത്രം നമ്മൾ ജീവിക്കുക. പക്ഷേ നമ്മളുടെ ജീവിതത്തിന് സിറ്റുവേഷൻസ് കാരണം നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നോട്ടും ബുക്കും എടുത്തിട്ട് റെഡി ആയിട്ടിരുന്നു. ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതേ കാര്യമാണ് ആദ്യം. എന്താണ് നിങ്ങളെ വറി ചെയ്യുന്നത് എന്ന് നിങ്ങൾ എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു തരാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, ലേബൽ യുവർ വറി. എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്ന് എഴുതി വെക്കുക. അതാണ് അഡ്രസ്സ് ചെയ്യുക. എന്താണ് പ്രോബ്ലം എന്നുള്ളത് ആദ്യം അഡ്രസ്സ് ചെയ്യുക. ആ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നാണ്. ഓക്കെ, അത് റെക്കഗ്നൈസ് ചെയ്ത് ഞാനിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുകയാണ്, എന്താണ് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നത്, ആ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് എഴുതി വയ്ക്കുക. അതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുക. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുക, മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുക. അങ്ങനെ ആ സൊല്യൂഷൻ നിങ്ങൾ അവസാനം അൾട്ടിമേറ്റ്ലി ആ സൊല്യൂഷനിൽ എത്തിച്ചേരും. നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരുന്നിട്ട് മൂലക്കിരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒന്നും മാറാൻ പോകുന്നില്ല. സോ ആക്ട്. നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക, അത് എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ പ്രോബ്ലം എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് അത് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിച്ചല്ലോ, നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങൾ കത്തിച്ച് കളയുക. അത് നിങ്ങൾ കയ്യിലൊന്നും വെക്കേണ്ട. അത് പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് കത്തിച്ച് കളയുക. നിങ്ങൾ കത്തിച്ച് കളയുന്നതോടുകൂടി ഈ പ്രശ്നം എൻ്റെ ലൈഫിൽ നിന്നും മാഞ്ഞു പോയി എന്ന് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. പക്ഷേ നിങ്ങൾ എഴുതി വെച്ച സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് കത്തിച്ച് കളയൊന്നും ചെയ്യരുത്. അത് എഴുതി വെക്കണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ ആ കത്തിച്ച് കളയുന്നതോടുകൂടി ആ പ്രശ്നം നിങ്ങൾ എന്നേക്കുമായിട്ട് മറക്കാൻ പറ്റില്ല. പക്ഷേ മറക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, മറക്കാൻ സാധാരണ രീതിയിൽ ഡിഫിക്കൽട്ടാണ്, ബട്ട് നമുക്ക് ഈ പറയുന്ന പോലെ അത്ര ഈസി ഒന്നുമല്ല, ബട്ട് അതിനുള്ള വഴികളുണ്ട്. അപ്പോൾ ആദ്യം ലേബൽ ചെയ്യാം, വഴി കണ്ടുപിടിക്കുക. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ പാസ്റ്റിലേക്ക് ഇങ്ങനെ പോകും, ഒരുപാട് പാസ്റ്റിലേക്ക് പോകും. പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. നിങ്ങളിൽ വലിയൊരു ട്രോമ കോസ് ചെയ്ത ഒരു സംഭവം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ. അത് നിങ്ങളെ ഭയങ്കരമായിട്ടും എന്താ പറയുന്നത്, ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വർഷങ്ങളായിട്ട് നിങ്ങളെ അതിങ്ങനെ പിന്തുടർന്ന് നിങ്ങളുടെ മാനസികാരോഗ്യം മുഴുവൻ നശിപ്പിക്കുന്നുണ്ടാവും. അല്ലെ ഫ്യൂച്ചർ ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം. ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക്. ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക്. അതെന്ത് തന്നെ ആയാലും ഈ ചിന്ത കൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രസൻറ്റിലേക്ക് വരണം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. വി ഷുഡ് ഷിഫ്റ്റ് അവർ എനർജി ടു ദ പ്രസൻറ്റ്, അവർ തിങ്കിങ് ടു ദ പ്രസൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രസൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതെന്ന്. ആ ചിന്ത വരുമ്പോൾ തന്നെ അപ്പം തന്നെ ആ ചിന്ത അവിടെ നിന്ന് മാറ്റുക. അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് രണ്ടാമത്, നമ്മുടെ പ്രസൻറ്റിലേക്ക് നമ്മളുടെ ചിന്തയെ ഷിഫ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 സാധനങ്ങൾ നിങ്ങൾ പെട്ടെന്ന് കൺമുന്നിൽ 5 സാധനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ഒരു ഇലയായിരിക്കാം, ഒരു പൂവായിരിക്കാം, ചിലപ്പോൾ ഒരു വണ്ട് അല്ലെങ്കിൽ ഒരു ഉറുമ്പ്, അങ്ങനെ 5 കാര്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യാം.
അതിനുശേഷം നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളെ, നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളെ നിങ്ങൾ ടച്ച് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു പുതപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിമോട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലായിരിക്കും, അല്ലെങ്കിൽ ചില പച്ചക്കറി ആയിരിക്കും. അങ്ങനെ 4 കാര്യങ്ങളെ നിങ്ങൾ ടച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളെ നിങ്ങൾ കേൾക്കാം. ആദ്യം എന്താണ്? എഴുതി വെക്കണം. ഇതൊക്കെ എഴുതി വെക്കണം, മറന്നു പോകും. കേട്ടോണ്ട് മാത്രം ഇരിക്കരുത്, എഴുതി വെക്കണം. കാണാൻ പറ്റുന്ന 5 കാര്യങ്ങളെ പെട്ടെന്ന് ഈ ചിന്ത വരുന്ന സമയത്ത് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക. 2, നിങ്ങൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളെ ടച്ച് ചെയ്യുക. 3ാമത് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ കേൾക്കുക. ചിലപ്പോൾ ഒരു കിളിയുടെ ചെറിയ സൗണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു വണ്ടിയുടെ ഒരു ഒച്ചയായിരിക്കും, ചിലപ്പം അടുത്ത വീട്ടിലെ പട്ടി കുരയ്ക്കുന്നതായിരിക്കും. അങ്ങനെ കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ ഫാനിൻ്റെ സൗണ്ടായിരിക്കും, അല്ലെങ്കിൽ AC-യുടെ ചെറിയ സൗണ്ടായിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ വെള്ളം എവിടെ നിന്നെങ്കിലും വീഴുന്ന, അല്ലെങ്കിൽ മഴ വീഴുന്നതിൻ്റെ സൗണ്ട്. അങ്ങനെ 3 കാര്യങ്ങളെ കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളെ സ്മെല്ല് ചെയ്യുക. ചിലപ്പോൾ ഒരു ചീത്ത സ്മെല്ലും നല്ല സ്മെല്ലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുടിയെടുത്ത് മണപ്പിക്കുക, നിങ്ങളുടെ കൈ മണപ്പിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള എന്തെങ്കിലും ഇപ്പോൾ ഓറഞ്ചോ നാരങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയോ പൂവോ എന്തെങ്കിലും സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളെ സ്മെല്ല് ചെയ്യുക. എഴുതി വെക്കണം, മറന്നു. സ്മെല്ല് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ടേസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് മധുരമുള്ളതോ പുളിയുള്ളതോ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ആ ചിന്തയെ നിങ്ങൾക്ക് മായ്ച്ച് കളയാൻ പറ്റും. ഓക്കെ, എപ്പോഴൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നോ അപ്പം ആദ്യം നമുക്ക് നമ്മളുടെ ശത്രു ആരാന്ന് മനസ്സിലായി. ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യം അത് മൈൻഡിലേക്ക് വരുമ്പോഴേക്കും ഈ എക്സസൈസ് ചെയ്യാം. ആദ്യം ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ ക്രമേണ നമുക്കതുമായിട്ട് എന്താ പറയുന്നത്, നമ്മൾക്ക് അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ നമുക്ക് പറ്റും. ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ചിന്ത പെട്ടെന്ന് നമുക്ക് ആ ചിന്ത മാറ്റിക്കളയാൻ പറ്റും. വേറൊരു വഴിയും കൂടി ഉണ്ട്. ഇല്ല, ഇത് ചെയ്യണം. ഇതിനൊപ്പം ആ ചിന്ത വരുന്ന സമയത്ത് നിങ്ങൾ ആ ചിന്ത ഒരു വലിയ ഒരു സോപ്പ് ബബിളാണെന്ന് വിചാരിക്കുക, ഒരു സോപ്പ് കുമിളയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു എന്താ പറയുന്നത്, ഒരു സൂചി എടുത്ത് അതിനെ പൊട്ടിച്ചളയുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, 5 എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, 5 കാര്യങ്ങൾ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. പിന്നെ അടുത്ത നിങ്ങൾക്ക് ഇനി അപ്പോഴും നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. ഒബ്വിയസ്ലി ഒരു ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ബോക്സ് ബ്രീത്തിങ്, ബോക്സ് BOX, ബോക്സിലുണ്ടല്ലോ നമ്മുടെ 4 കള്ളിയുള്ള ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് എവിടെ വെച്ചും ഏത് സമയത്ത്, രാത്രിയോ പകലോ നട്ടപ്പാതിരയ്ക്കോ നട്ടുച്ചയ്ക്കോ മഴയത്തോ വെയിൽ, എപ്പോൾ വേണേലും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊന്നുമില്ല, നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തവണ നമ്മൾ മനസ്സിൽ എണ്ണണം. അതായത് 1 2 3 4 ഇങ്ങനെ ഈ 4 തവണ എണ്ണുന്ന ഈ സമയം കൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം. ഓക്കെ, അതായത് ശ്വാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ശ്വാസം വലിക്കുക. 1 2 3 4 അങ്ങനെ 4 തവണയായിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം. ഇപ്പോൾ ശ്വാസം നിങ്ങളുടെ ശ്വാസകോശവും വയറും നിറഞ്ഞ് ശ്വാസം നിൽക്കുന്നുണ്ട്. ഇനി ആ ശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് 1 2 3 4 എന്ന് നിങ്ങൾ ശ്വാസം ഉള്ളിൽ നിൽക്കണം. ആ സമയത്ത് 4 തവണ നമ്മൾ എണ്ണുന്ന സമയം കൊണ്ട് 4 സെക്കൻഡ്സാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് 1 2 3 4 എന്നല്ല, 1 2 3 4. എന്നിട്ട് ആ ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടണം. ആ പുറത്തേക്ക് വിടുമ്പോഴും ഇതേ സമയം തന്നെയാണ് 1 2 3 4. അങ്ങനെ ശ്വാസം വിടുമ്പം നിങ്ങളുടെ ശരീരത്തുള്ള എല്ലാ ശ്വാസത്തിനെയും നിങ്ങൾ പുറത്ത് കളഞ്ഞു എന്ന് അത്രയും ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടണം. ഓക്കെ, അങ്ങനെ ആ രീതിയിലായിരിക്കണം ശ്വാസം പുറത്തേക്ക് വിടേണ്ടത്. ആ വിടുന്ന സമയത്ത് മനസ്സിൽ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ എക്സെയിൽ ചെയ്യുന്നു, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ ഇതോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, എന്ന് വേണം നിങ്ങൾ ചിന്തിക്കാൻ മനസ്സിൽ. അത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആ ശ്വാസം പുറത്ത് വിടുന്നതോടുകൂടി ആ പിരിമുറുക്കങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ
അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ചീത്തതും, എല്ലാ ദുഷിപ്പും എല്ലാം ഈ ശ്വാസത്തിലൂടെ എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്വാസം വിടണം. അങ്ങനെ ശ്വാസം വിടുമ്പോഴത്തേക്കും എന്നിട്ട് പിന്നെ നിങ്ങളുടെ ശരീരം ഇപ്പോൾ എംപ്റ്റി ആണല്ലോ, ശ്വാസം ഇല്ലാത്തൊരു നിലയിലാണ്. ആ ശ്വാസം മുഴുവൻ കഴിഞ്ഞ് എംപ്റ്റി ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ വീണ്ടും എണ്ണണം 1 2 3 4 അങ്ങനെ. എന്നിട്ട് വീണ്ടും ശ്വാസം നേരത്തെ പറഞ്ഞ പോലെ 4 തവണയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നു 4 തവണ എണ്ണുന്നോടം വരെ, പുറത്ത് 4 തവണ എണ്ണിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു, പുറത്ത് കളഞ്ഞിട്ട് ആ എംപ്റ്റി അവസ്ഥയിൽ 4 തവണ എണ്ണി നിൽക്കുന്നു. ഇങ്ങനെ ഒരു 10 തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 10ഓ 20ഓ നിങ്ങൾക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാൻ പറ്റും. അത്രത്തോളം നിങ്ങൾക്ക് മൈൻഡ് നിങ്ങൾക്ക് കാമാക്കാൻ പറ്റും. നിങ്ങളുടെ ആങ്സൈറ്റിയും നിങ്ങളുടെ ആ ഒരു പേടിയും നിങ്ങൾക്ക് ആ ഒരു അൺസർട്ടനിറ്റിയും എല്ലാം തന്നെ മൈൻഡിൽ നിന്ന് പോകുന്നതും മനസ്സ് ഭയങ്കരമായിട്ട് ശാന്തമാവുന്നതും തല ഇങ്ങനെ പിരിമുറുക്കമുണ്ടല്ലോ, വലിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഫീൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് ഈ എന്താ പറയുന്നത്, ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും വീഡിയോസിൻ്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് അതിങ്ങനെ കേൾക്കാം. അതിലവർ 1 2 3 4 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശ്വാസം എടുക്കുന്ന സൗണ്ടും ഒക്കെ നമുക്ക് കേൾക്കാം. ശ്വാസം ഇങ്ങനെ എടുക്കും, ശ്വാസം വലിക്കും, അതേപോലെ ഉള്ളിൽ 1 2 3 4 എന്ന് ശ്വാസം വയ്ക്കും. എന്നിട്ട് പിന്നെയും ശ്വാസം വിടുന്നതായിട്ടൊക്കെ അപ്പോൾ നമുക്ക് അവർ ചെയ്യുന്നതിനൊപ്പം നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത്ര ടൈം 5 തവണ, ചിലപ്പം 4 തവണ 5 തവണ ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ 4 തവണ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനം തരും. അപ്പം ഓവർ തിങ്കിങ് വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞ 5 തവണ നമ്മൾ ഈ പ്രസൻറ്റിലേക്ക് വന്നിട്ട് ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓവർ തിങ്കിങ് ഒഴിവാക്കാനുള്ള ഒരു സമയമുണ്ട്. എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിന്ത വരുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിന്തിക്കാൻ മാത്രം, നമുക്ക് ഈ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വറി ടൈം സെറ്റ് ചെയ്യാം. അത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് മാത്രം. അത് 5 to 15 മിനിറ്റിനുള്ളിൽ ഒരു ടൈം ആക്കാം. ആ 15 മിനിറ്റ് മാത്രമേ ഞാനൊരു ദിവസം വറി ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഓക്കെ, സെറ്റ് എ ടൈം ടു വറി. നിങ്ങൾക്ക് ചിന്തിക്കാനും ടെൻഷൻ അടിക്കാനും നിങ്ങൾക്ക് ഈ സ്ട്രെസ് അടിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ടൈം നിങ്ങൾ ലൈഫിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ 15 മിനിറ്റ് ലൈഫിൽ, ഈ ഒരു ദിവസത്തിൽ ഈ 15 മിനിറ്റ് മാത്രമേ ഞാൻ വറി ചെയ്യുകയുള്ളൂ എന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുക ലൈഫിൽ. ഓക്കെ, 15 മിനിറ്റ്, അത് 5 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിൽ കൂടരുത്. വറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 2-3 മണിക്കൂർ ഇരുന്ന് അങ്ങ് വറി ചെയ്യരുത്. കാരണം നമ്മുടെ ലൈഫിൽ സമയമാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടുള്ള കാര്യമാണ് സമയം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സമയം ഞാൻ സ്പെയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ സമയം വെറുതെ ചിന്തിച്ചും ആലോചിച്ചും കളഞ്ഞ് കുളിക്കരുത്. നിങ്ങളുടെ വെറും 15 മിനിറ്റ് മാത്രം വറി ചെയ്യുക. ആ സമയത്ത് മാത്രം ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിച്ചോ, എങ്ങനെ വേണമെങ്കിലും ചിന്തിച്ചോ, ഏതറ്റം വരെ വേണമെങ്കിലും ചിന്തിച്ചോ, എല്ലാ പോസിബിലിറ്റിയും ചിന്തിക്കുക. പക്ഷേ ഞാൻ പറയാം, നിങ്ങളുടെ അടുത്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരിക്കലും ഇനി നെഗറ്റീവ് ചിന്തകൾ വരത്തില്ല, പോസിറ്റീവ് ചിന്തകളായിരിക്കും വരിക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ സൊല്യൂഷൻസിനെ പറ്റിയായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടല്ലോ, എന്താ ചെയ്യുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അത് അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ആ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വറി ചെയ്ത് കഴിയുമ്പോൾ മനസ്സൊക്കെ ആകെ വല്ലാത്ത അവസ്ഥയായിരിക്കും. ഈ പറഞ്ഞ പോലെ ഭയങ്കര തലയൊക്കെ പൊട്ടിപ്പോകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് വീണ്ടും ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു കാം മ്യൂസിക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു മെഡിറ്റേഷനും കൂടെ ചെയ്യുക. മെഡിറ്റേഷൻ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അത് എനിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ നമ്മളുടെ ഇങ്ങനെ അല തല്ലുന്ന മനസ്സിനെ നമുക്ക് ഭയങ്കരമായിട്ട് ശാന്തമാക്കാൻ പറ്റും. അതൊരു പർട്ടിക്കുലർ റിലീജിയനിലെയോ ഒന്നും ഭാഗമായിട്ടുള്ളതൊന്നുമല്ല. നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു മെത്തേഡാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ എന്താ പറയുന്നത്, ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ്? ശ്വാസമാണ്. അതിലാണല്ലോ നമ്മൾ നിലനിൽക്കുന്നത്. ആ ശ്വാസത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മളുടെ ജീവിതം ഒരു താളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രീത്തിങ് മെത്തേഡ്, ആക്ച്വലി മെഡിറ്റേഷൻ ഈസ് ലൈക്ക് എ ബ്രീത്തിങ് എക്സസൈസാണ്.
അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുക. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെയുള്ളത് ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് മെഡിറ്റേഷൻ്റെ. ചെറിയ 5 മിനിറ്റിന് മെഡിറ്റേഷൻ ചെയ്താൽ മതി. ജസ്റ്റ് കണ്ണടച്ചിരിക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുമ്പം ഈ ലോകത്തിൻ്റെ എല്ലാ നന്മയും ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം ചെറിയൊരു ചിരി വേണം മുഖത്ത്, ചെറിയൊരു ചിരിയോടുകൂടി. ചിരിക്കുമ്പോൾ എന്താണെന്നറിയോ, നമ്മളുടെ ശരീരത്ത് സന്തോഷത്തിൻ്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയിൽ കാരണം അപ്പോൾ ബോഡിക്ക് തോന്നും എന്തോ സന്തോഷമുള്ള കാര്യം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവൾ ചിരിക്കുന്നത് എന്ന് തോന്നും. അപ്പോൾ സന്തോഷത്തിൻ്റെ ഹോർമോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. സോ ഒരു ചെറിയൊരു ചിരിയോടുകൂടി നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുക, നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ദുരിതങ്ങളും, എല്ലാ മോശക്കാര്യങ്ങളും, എല്ലാ ചീത്ത കാര്യങ്ങളും ഞാനിതാ എക്സെയിൽ ചെയ്ത് കളയുന്നു. എല്ലാം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും ഞാൻ എവിക്റ്റ് ചെയ്ത് കളയുന്നു. അതെല്ലാം എൻ്റെ ശരീരത്തിൽ ഞാൻ റിജക്റ്റ് ചെയ്യുവാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ അത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഒരു ഭയങ്കര ആശ്വാസം ഉണ്ടാവും. ചെറിയൊരു ചിരിയോടെ കൂടി വേണം നിങ്ങൾ അതും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ശ്വാസം ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു 1-2 സെക്കൻഡ് ഉള്ളിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ശ്വാസം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലൊരു കാം മ്യൂസിക് കേട്ടിട്ട് നിങ്ങൾ ആ ഒരു വറി ടൈം നിങ്ങൾ അവസാനിപ്പിക്കുക. അപ്പോൾ പറഞ്ഞതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജേർണലിങ് ചെയ്യാം. ജേർണലിങ് ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ അത് സാധാരണ എല്ലാവരും പറയും നമുക്ക് വരുന്ന വിഷമങ്ങളൊക്കെ എഴുതി വെച്ചോ, അപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് ഒരു കാര്യം എനിക്ക് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജേർണലിങ് നല്ലതാണെങ്കിലും നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീണ്ടും എഴുതി വെക്കുമ്പോൾ അത് ഒന്നുകൂടി അത് മാനിഫെസ്റ്റ് ചെയ്യുകയല്ലേ എന്നെനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രശ്നങ്ങളൊന്നും ഞാൻ എഴുതി വെക്കാറില്ല. പകരം നമുക്ക് അത്ര വിശ്വസ്തതയുള്ള ആരുടെടുത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തികച്ചും അപരിചിതയായ ഒരാളാണ്, ഞാൻ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയോ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പലരിടത്തും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ച് നിങ്ങളെ ഫോളോ ചെയ്യുന്ന പോലുമില്ല. ബിക്കോസ് നിങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയണ്ട. അങ്ങനെ അറിയാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റൂ. നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒന്നും എനിക്ക് കാണണ്ട. ഐ ജസ്റ്റ് വാണ്ട് യു ടു ബി അനോണിമസ് ടു മീ. ദാറ്റ് ഈസ് ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയും. അതോടുകൂടി നിങ്ങൾക്ക് ആ ഭാരം ഒഴിഞ്ഞു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ട് ഇരിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുമ്പോഴും എന്താണെന്നറിയോ, അത് തന്നെ മാനിഫെസ്റ്റ് ആവും. അത് വേണ്ട. പകരം നിങ്ങൾക്ക് ജേർണലിങ് എഴുതുന്നത് നല്ലതാണ്. ജേർണലിങ് എന്താ ചെയ്യാൻ എൻ്റെ ഒരു മെത്തേഡ് ഓഫ് ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ ലൈഫിൽ ഉള്ള എല്ലാ നന്മകളെ പറ്റിയും എഴുതുക. അതായത് എനിക്കിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ തെരുവിലൊന്നും അല്ലല്ലോ കിടക്കുന്നത്. നമ്മളുടെ തലയിൽ ഒരു റൂഫുണ്ട്, നമുക്ക് സേഫായിട്ട് താമസിക്കാൻ ഒരു വീടുണ്ട്, ഒരു ഫോണുണ്ട്. അങ്ങനെ നമുക്ക് ഇന്ന് ഞാൻ കഴിക്കാൻ ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി. അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് അപരിചിതനായ ഒരാൾ എന്നോട് ചിരിച്ചു, അല്ലെങ്കിൽ ഒരു കുട്ടി എന്നെ നോക്കി ചിരിച്ചു, അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്നൊരു പൂവ് കണ്ടു. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് സന്തോഷം തരുന്നതും നല്ലതുമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല, അല്ലേ? നമ്മുടെ ലൈഫിൽ ഏറ്റവും മോശം കാര്യങ്ങളെപ്പറ്റി മാത്രം ആലോചിക്കും. അങ്ങനെയല്ല, നമ്മുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങളെപ്പറ്റി നിങ്ങളത് എഴുതി വെക്കുക. എന്നിട്ട് അതിന് യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഈശ്വരനോട് നന്ദി പറയുക. എൻ്റെ ദൈവമേ, എനിക്ക് ഇന്ന് വളരെ രുചികരമായ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റി, ഞാൻ ഒരുപാട് നന്ദിയുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഞാനിന്ന് കണ്ണു തുറന്നു. അതാണ് നമ്മൾക്ക്, അല്ലേ? നമ്മൾ എത്രയോ ആൾക്കാർ ഉറക്കത്തിൽ മരിച്ചു പോകുന്നുണ്ട്, നമുക്കൊരു കുഴപ്പവും ഇല്ലാതെ. നമ്മൾ നാളെ എന്നുള്ളതുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ നമ്മളിന്ന് കണ്ണു തുറന്നു നമ്മളുടെ ജീവിതത്തിലേക്ക്. ഇന്നൊരു വളരെ മനോഹരമായൊരു ദിവസം എനിക്ക് കിട്ടി. അങ്ങനെ നമ്മളുടെ ലൈഫിൽ ചിലപ്പം ഭയങ്കര അത്ഭുതങ്ങളായ കാര്യങ്ങളും ചിലപ്പോൾ സംഭവിക്കും. അതൊക്കെ എഴുതി വയ്ക്കുക. അതൊക്കെ നമ്മുടെ ലൈഫിന് ഭയങ്കര പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, അതാണ് നിങ്ങൾക്ക് അടുത്ത നിങ്ങളുടെ ടാസ്ക്. ഡെയിലി എഴുതുക. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അന്നുണ്ടായ നല്ല കാര്യങ്ങളെല്ലാം എഴുതി വെക്കുക. അത് ഓർത്ത് സന്തോഷമായിട്ട് അഭിമാനത്തോടെ കിടന്നുറങ്ങണം. ഓക്കെ. പിന്നെ നിങ്ങൾ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എല്ലായിടത്തുനിന്നും, അല്ലേ? യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എല്ലായിടത്തും, ഫേസ്ബുക്ക്, എല്ലായിടത്തും പല 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 സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം എടുത്ത് തലയിൽ കൊണ്ടുവെക്കണ്ട.
കാരണം നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കാണും, അവരുടെ ലൈഫ് കാണും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊന്നും സത്യമാണെന്നൊന്നുമില്ല. ചിലപ്പോൾ സത്യമായിരിക്കും, അല്ലാതായിരിക്കാം. പക്ഷെ വെറുതെ ഒരുപാട് ഇൻഫർമേഷൻ എടുത്ത് നമ്മളുടെ തലമണ്ടയിൽ കൊണ്ടുവച്ച് നമ്മളതിനെ എന്താ പറയുക, എന്താ നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു തിക്കും തിരക്കും ഉള്ളതൊന്നും ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് കുറേ റീൽസ് കാണുക. ചിലപ്പം നമുക്ക് ഈ വിഷമം ഉണ്ടാകുമ്പം എങ്ങനെയോ ഇൻസ്റ്റാഗ്രാമിന് ചിലപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതായിരിക്കും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും എല്ലാം അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം വിഷമത്തിൻ്റെ റീൽസ് ആയിരിക്കും. ഈ വിഷമത്തിൻ്റെ റീൽസ് എല്ലാം കണ്ട് നമ്മൾ വീണ്ടും വിഷമിക്കും, പിന്നെയും വിഷമിക്കും. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് വാട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് കാണാതിരിക്കുക. നിങ്ങൾ സോഷ്യൽ മീഡിയ വളരെ എന്താ പറയുക, യൂസ്ഫുള്ളായിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഇതിൽ കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഞാൻ കണ്ടു. നിങ്ങളുടെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനുവേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഒരുപാട് കണ്ട് അതിൻ്റെ പുറകെ നടന്ന് അതിൽ കുത്തിമറിഞ്ഞ് നിങ്ങളുടെ സമയം അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ടൈം അതിൽ വേസ്റ്റ് ചെയ്യാതിരിക്കും. ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രം മൈൻഡിൽ. ഇപ്പം എൻ്റെ ഫാദറൊക്കെ പറയുന്നത്, നീ ഇങ്ങനൊരു സംഭവം കണ്ടോ, ഇത് കണ്ടോ. ഞാൻ പറയാം, നമുക്ക് എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഈ ലോകത്തുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നില്ല. നമ്മൾ അറിയേണ്ട ചില ഇൻഫർമേഷൻസ് ഉണ്ട്, അത് മാത്രം നമ്മളിപ്പോൾ തൽക്കാലം അറിഞ്ഞാൽ മതി. നമുക്ക് ലൈഫിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നമ്മളുടെ ഫോക്കസ്. ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ ഒരു ഫോക്കസ് പോയിൻറ്റിലാണ്. നമ്മളൊരു 1 year to 5 year ഒരു ഗോൾ ടൈമിലാണ് നമ്മൾ. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഇൻഫർമേഷനും എടുത്ത് തലയിൽ വെക്കട്ടെ. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളും മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. അത്തരത്തിലുള്ള പേജസ് ഫോളോ ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമുക്ക് ഈ വേറെ വല്ലവരുടെ ലൈഫൊക്കെ കാണുമ്പോൾ, അയ്യോ അവളുടെ ലൈഫൊക്കെ അടിപൊളി, അല്ല അവൻ്റെ ലൈഫൊക്കെ അടിപൊളി, അവൻ്റെ ലൈഫൊക്കെ സെറ്റിൽഡ്, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ എന്നൊക്കെ റിഗ്രറ്റ്സ് ഒക്കെ തോന്നും. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ആരെ നോക്കി നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട, അയ്യോ എൻ്റെ ലൈഫ് അങ്ങനെ ആയില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്ത് പണ്ടരടങ്ങിപ്പോവും. ബിക്കോസ് എന്തായാലും ഈ ലോകത്ത് എന്നെക്കാളും ബെറ്ററായ ഒരാളുണ്ടാകും. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട്, അയ്യോ അംബാനിയുടെ ലൈഫ് എന്ത് അടിപൊളി ലൈഫോ, അയാളെപ്പോലത്തെ ഒരു ലൈഫ് എനിക്ക് കിട്ടിയില്ലല്ലോ, എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെയായിപ്പോൾ, അയാൾക്ക് എന്തുമാത്രം പൈസ, അയാളുടെ ഭാര്യയുടെ നിതാംബാനിയെ നോക്കുക, അവർക്ക് എത്ര കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട്സ്, എനിക്ക് നോക്കിക്കുക, എനിക്കിത് മാത്രമേ ഉള്ളൂ എന്നോർത്ത് ഞാൻ വിഷമിക്കാനിരുന്നാൽ ഞാൻ എന്നും വിഷമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെക്കാളും ബെറ്ററായിട്ട് ജീവിക്കുന്ന അംബാനിയുണ്ട്, അതേപോലെ വലിയ വലിയ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ പലരും ഉണ്ടോ. ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. അതുകൊണ്ട് എന്താ, അയാളുടെ ലൈഫ് ജീവിക്കുന്നു, നമ്മൾ നമ്മളുടെ ലൈഫ് ജീവിക്കുന്നു. നമ്മളെന്നും ഞാൻ ഇന്നലെ ഇരുന്നതിനെക്കാട്ടിലും ബെറ്ററായ ഒരാളാണ് ഇന്ന് എന്നതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. അടുത്ത ഡെസ്കിലിരിക്കുന്ന ആളെപ്പറ്റിയോ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആളെപ്പറ്റിയോ സ്വന്തം സഹോദരങ്ങൾ നമ്മളെക്കാളും അതിനെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഈ ലോകത്ത് എന്തായാലും നമ്മളെക്കാളും ബെറ്ററായ ഒരാളെങ്കിലും ഉണ്ടാകും. ആ ആളെ ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി നമ്മൾ ജീവിതാവസാനം വരെ വിഷമിക്കും. അതുകൊണ്ട് മാക്സിമം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ മാറി നിൽക്കുക. വേണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഡീആക്ടിവേറ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ ഡീടോക്സ് എന്നൊക്കെ പറയും. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് അതിൽ മാറി നിന്നിട്ട് നിങ്ങളുടെ ഗോൾസിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാം ഇതൊക്കെ ചിലപ്പോൾ 1 മാസത്തേക്കൊക്കെ ഞാൻ എടുക്കും. ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പോകും. എന്നിട്ട് ആ 1 മാസം ഞാൻ സെറ്റ് ചെയ്ത ഗോൾസ് എല്ലാം ചെയ്തിട്ട് ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവ് ആവും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ മെത്തേഡ്. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഒരുപാട് ഇൻഫർമേഷൻ തലയിൽ കളക്ട് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് നമുക്കൊരു ഗോളുണ്ട്, നമുക്ക് ലൈഫിലേക്ക് നമ്മളൊരു കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തലയിൽ ഇപ്പോൾ തൽക്കാലം കുത്തി നിറയ്ക്കുക. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് ചില അഫർമേഷൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അതിപ്പോൾ എന്താ പറയുന്നത്, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് പറയാൻ പറ്റും കേട്ടോ. അതായത് ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ്. ഐ ട്രസ്റ്റ് ദ പ്രോസസ് ഓഫ് ലൈഫ്. അതായത് ഈ ജീവിതത്തിൻ്റെ ഈ ഒരു പ്രോസസ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. ഈ ജീവിതത്തിൻ്റെ ഈ പ്രോസസ്സിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. എൻ്റെ മനസ്സ് വളരെ ശാന്തവും എൻ്റെ ബോഡി റിലാക്സ്ഡുമാണ്. എൻ്റെ മനസ്സ് ശാന്തവും എൻ്റെ ശരീരം റിലാക്സ്ഡുമാണ്. ഇതൊക്കെ ഇംഗ്ലീഷിലുള്ള അഫർമേഷൻസ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഞാനത് എന്താ പറയുക,
ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം എക്സാക്ട്ലി മലയാളമൊന്നും അല്ല, നമുക്ക് ഐഡിയ കിട്ടിയാൽ പോരെ, നമുക്ക് നമ്മുടെ മൈൻഡിന് ആ ഒരു എന്താ പറയുന്നത് കമാൻഡ് കൊടുത്താൽ പോരെ. അതുകൊണ്ട് എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിലും നിങ്ങൾ വെറീഡ് ആവണ്ട. അത് ഇംഗ്ലീഷിൽ എങ്ങനെയായിരുന്നു എഴുതിയെന്ന് വെച്ചാൽ മൈ മൈൻഡ് ഈസ് കാം, മൈ ബോഡി ഈസ് റിലാക്സ്ഡ്. മൈ മൈൻഡ് ഈസ് കാം, മൈ ബോഡി ഈസ് റിലാക്സ്ഡ്. ഐ എം സേഫ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ ഒരു നിമിഷത്തിൽ ഞാൻ സേഫാണ്, ഞാൻ സെക്യൂർഡാണ്. ഓക്കെ, ഇങ്ങനെയുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് സ്വയം പറയും. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നാണ്, നിങ്ങൾക്കത് എന്ത് വേണേലും പറയാം. ഞാനിപ്പോൾ വളരെ ശാന്തയാണ്, ഞാൻ വളരെ സന്തോഷം അനുഭവിക്കുന്നു, എനിക്ക് വിഷമിക്കാനായിട്ടുള്ള കാരണങ്ങളൊന്നും ലൈഫിലില്ല, ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്, എൻ്റെ ജീവിതം ശാന്തമാണ്, സുന്ദരമാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് അഫർമേഷൻസ് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ എൻ്റെ രീതിയിലാണ് പറയുക. പക്ഷേ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ എന്താണ് നിങ്ങളുടെ അഫർമേഷൻസ് എന്നുള്ളത് ഒരു 3-4 എണ്ണം മതി, അത് എഴുതി വെക്കുക. ഡെയിലി അത് തന്നെ പറയുക. അപ്പം ഡെയിലി ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോകണ്ട, അയ്യോ എന്തായിരിക്കും ഇന്നത്തെ അഫർമേഷൻ എന്ന് ചിന്തിക്കാൻ പോകണ്ട. ജസ്റ്റ് അഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് ഇന്ന് തന്നെ എഴുതി വെക്കുക. അഫർമേഷൻ ഡെയിലി ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ കുറച്ച് നാൾ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറന്നു പോകും. എന്നിട്ട് ആ അഫർമേഷൻസ് നിങ്ങളിങ്ങനെ പറയാം. ഞാൻ ഭയങ്കര കാമാണ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, എൻ്റെ ജീവിതം ശാന്തമാണ്, ഞാനിപ്പോൾ സേഫാണ്. അതാണ് നമുക്ക് ലൈഫിൽ എപ്പോഴും വേണ്ട അല്ലേ, സേഫ്റ്റി, സെക്യൂരിറ്റി. നമ്മൾ ഭയങ്കര സുരക്ഷിതനാണ് എന്ന് നമുക്കുള്ള ആ ഒരു ഫീൽ അങ്ങനെയാണ് എന്ന് നിങ്ങൾ അഫർമേഷൻസ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ്ങിൽ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റും. ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്ത് കടന്നാൽ മാത്രമേ നമ്മളുടെ മൈൻഡ് ഫ്രീ ആയിട്ടിരുന്ന് നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക്, എന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞ ഈ എന്താണ് മാനിഫെസ്റ്റേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ കാര്യം ഓവർ തിങ്കിങ് തലയിൽ നിന്ന് ഒഴിവാക്കുക. ഇനി വേറൊരു കാര്യമുണ്ട്, ട്രോമ. നമ്മളുടെ ലൈഫിൽ നമ്മൾ അഫക്റ്റ് ചെയ്ത കുറേ ട്രോമാസ് നമ്മളെ ഭയങ്കരമായിട്ട് പിൻവലിക്കും, ഒരുപാട് അഫക്റ്റ് ചെയ്യും. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇതും നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അത് നിങ്ങൾ കാണുക, നിങ്ങൾ വേണ്ട നോട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. താങ്ക് യു, ബൈ.